ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൊണ്ടുവരാൻ പാടില്ല, അതുപോലെ ഭരണ കാര്യങ്ങളിൽ കൊണ്ടുവരാൻ പാടില്ല. ഇതൊക്കെ ശ്രീ കെ എൻ എ ഖാദർ ഇതൊക്കെ ആരാണ് നോക്കുകയും ഇങ്ങനെയൊക്കെയാണ് ശരിയായ രീതികൾ എന്നിരിക്കെ ആ രീതികളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് രാഷ്ട്രീയ നേതൃത്വമല്ലേ? പക്ഷേ കാലിക്കറ്റ് സർവകലാശാലയിലാണെങ്കിലും കേരള സർവകലാശാലയിലാണെങ്കിലും എല്ലായിടത്തും ഈ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരവും ഇപ്പറയുന്ന അങ്ങേയറ്റം താഴ്ന്ന നിലവാരത്തിലുള്ള കളികളും നടക്കുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് കുട്ടികൾ പഠിച്ചുകൊണ്ട് സമരം നടത്തുകയാണ്. ഈ അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് അത് ഭരണപക്ഷത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ വരെയുണ്ട് ആ സമരത്തിൽ. താങ്കൾ പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നടക്കേണ്ടതെങ്കിൽ ആരുടെ ഇടപെടൽ, ഏത് വിധത്തിലുള്ള ഇടപെടലാണ് വേണ്ടത്? സമൂഹം നിസ്സംഗരായി നിൽക്കുന്നു എന്ന് വെച്ചാൽ ആ നിസ്സംഗതയെ മാറ്റി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല രാഷ്ട്രീയ നേതൃത്വത്തിന്? അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ ഈ ചർച്ചയ്ക്ക് മുതിർന്നത്. അതെന്തുകൊണ്ട് സാധിക്കുന്നില്ല ഉള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങൾ ശരിയായ വിധത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ള പദവികൾ രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ ഓഹരി വെക്കാൻ പാടില്ല. രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായം സർവകലാശാല വൈസ് ചാൻസലർക്കും ആവാം, പക്ഷേ അവരെ രാഷ്ട്രീയ പാർട്ടികൾ ഓഹരി വെച്ചെടുക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില സ്ഥലങ്ങളിൽ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ കൊച്ചിയിൽ അവിടെ ജെ.ലതയെ വൈസ് ചാൻസലറാക്കി. ഇപ്പോൾ ഈ കോഴിക്കോട് വൈസ് ചാൻസലർ എന്ന് പറയുന്ന അദ്ദേഹം ലീഗുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ പറയുമ്പോൾ അറിയാമെന്നല്ലാതെ ഇതിനു മുമ്പ് അദ്ദേഹത്തെ ഞങ്ങളാരും കണ്ടിട്ട് പോലും ഇല്ല. അതുപോലെ ഓരോ സംഗതികളിലും അത് ഏതെങ്കിലും ഒരു പാർട്ടി അങ്ങനെ തീരുമാനിച്ച് പാർട്ടിയുടെ ആളുകളെ വെക്കുക എന്നുള്ള സംവിധാനമൊന്നും ഇല്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് പാടില്ലാത്തതാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിനനുസരിച്ച് അവർ യോഗ്യതയുള്ളവരായി തീരുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം. അതിനെ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് ഇടപെടേണ്ടത്, ഭരണകക്ഷി തന്നെയാണ് ഇടപെടേണ്ടത്. ആവശ്യമാണ്. ശ്രീ ടി പി ശ്രീനിവാസൻ, ഈ രാഷ്ട്രീയമായിട്ടുള്ള പതിവ് വഴികൾ, ഒരുപാട് കാലമായി തുടരുന്ന വഴികളിൽ നിന്ന് ആളുകൾക്ക് മാറിപ്പോകാനൊക്കെ സമയമെടുത്തേക്കും. ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ മരവിപ്പിലാണ്, അത് അപകടാവസ്ഥയിലേക്ക് പോകുന്നു എന്നൊക്കെ കണ്ടാൽ ഒരുപക്ഷെ ശ്രീ കെ എൻ എ ഖാദർ വളരെ ശുഭകരമായി പ്രകടിപ്പിച്ച അഭിപ്രായ പ്രകടനം പോലെ ആളുകൾ, രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം ആ തലത്തിലേക്ക് ഉയരുകയും കാര്യങ്ങളെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്തേക്കാം. പക്ഷേ ശ്രീ ബി ഇക്ബാൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഡോക്ടർ രവീന്ദ്രൻ ഇടക്ക് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അക്കാദമിക സമൂഹത്തിൻ്റെ ഒപ്പം നമ്മുടെ രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും അടക്കമുള്ള ആളുകളുടെ ഒരു നിസ്സംഗത, ലോകത്തെ കാര്യങ്ങൾ മുഴുവൻ കാണാനാകുന്ന അവസ്ഥയിൽ നിന്നും ഈ കാര്യങ്ങളെ കേരളത്തിൽ മാത്രം പിന്നോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന തോന്നൽ ഉണ്ടാകാതെയുള്ള ഈ അക്കാദമികമായ മരവിപ്പിന് എന്താണ് പരിഹാരം? ശ്രീ തരിൻ സമിതി റിപ്പോർട്ടൊക്കെ ആ രീതിയിൽ പൊതുസമൂഹത്തിൽ കൂടെ ചർച്ച ചെയ്യേണ്ടതല്ലേ? ആ സമിതി റിപ്പോർട്ടൊക്കെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് ഏത് തരത്തിലുള്ള സൂചനകളാണ് മുന്നോട്ട് പോക്കിനുള്ള കാര്യങ്ങളായി നൽകുന്നത്? ആദ്യമായിട്ട് ഡോക്ടർ രവീന്ദ്രൻ പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി, അതായത് അൺഎംപ്ലോയബിലിറ്റി. എന്തുകൊണ്ടാണ് അൺഎംപ്ലോയബിലിറ്റി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ലോകത്തെമ്പാടുമുള്ള ഒരു പ്രാക്ടീസ് എന്തെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ രംഗവും വ്യവസായ രംഗവുമായിട്ടുള്ള സഹകരണം. ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ആദ്യം സമർപ്പിച്ച ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് വ്യവസായവും നമ്മുടെ യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തണം. ഏത് തരത്തിലുള്ള ഗ്രാജുവേറ്റ്സാണ് വ്യവസായത്തിന് ആവശ്യം എന്നവർ ആവശ്യപ്പെടുകയും അതനുസരിച്ചുള്ള പഠനം നടത്താനുള്ള പണം നൽകുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് എംപ്ലോയബിലിറ്റി 100% ആക്കാൻ ഒക്കെയുള്ളൂ. അത് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതാണ്. വ്യവസായവും ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ യാതൊരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം എൻജിനീയറിങ്ങിൻ്റെയാണ്. ഞാനിവിടെ പഠിച്ചിരുന്ന കാലത്ത് 52 സീറ്റ് എൻജിനീയറിങ്ങിന് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 52,000 സീറ്റുണ്ട്. എവിടുന്ന് വരുന്നു ഈ 52,000 കുട്ടികൾ? അവർക്ക് എൻജിനീയർ പഠിക്കാനുള്ള ബോധമുണ്ടോ, വിവരമുണ്ടോ, അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നൊന്നും നോക്കാതെ 45%, 35% ഒക്കെ വാങ്ങിച്ചുകൊണ്ട് എൻജിനീയറിംഗ് കോളേജിൽ ചേർന്നാൽ എങ്ങനെയാണ് അവർക്കത് പഠിക്കാനൊക്കുക? പഠിച്ചാൽ തന്നെ അവരെന്ത് ജോലി ചെയ്യും എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്സസിന് വേണ്ടി എല്ലാ കുട്ടികൾക്കും എന്തും പഠിക്കാനുള്ള സൗകര്യം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഗവൺമെൻറ് ചെയ്തതാണ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ്. എന്ന് വെച്ചാൽ ആക്സസ് വേണം, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം വേണമെന്നുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റിയെപ്പറ്റി നമ്മൾ ശ്രദ്ധിച്ചില്ല. ക്വാളിറ്റിയെപ്പറ്റി ശ്രദ്ധിക്കാതെ ആക്സസ് ഉണ്ടാക്കുകയും അതേസമയം അവരുടെ എംപ്ലോയബിലിറ്റി കണക്കിലെടുക്കുകയും ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇന്ന് അൺഎംപ്ലോയബിലിറ്റി ഉണ്ടാകുന്നത്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കാനെങ്കിലും സമൂഹം തയ്യാറാകണം എന്നുള്ളതാണ്. ഞങ്ങളുടെ എല്ലാ റിപ്പോർട്ടുകളും, തരീൻ കമ്മിറ്റിയുടെ എന്ന് മാത്രമല്ല 7-8 റിപ്പോർട്ടുകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. ആ
ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. ഹൃദയമാരി കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ആ കമ്മിറ്റി സ്റ്റേറ്റിൽ മുഴുവനും പോയി എല്ലാവരോടും ചർച്ച ചെയ്തതാണ്. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ ആ ചർച്ച ചെയ്ത അതേ ആളുകൾ തന്നെ അതിനെ എതിർത്തു. ഓട്ടോണമിയുടെ കാര്യത്തിൽ വളരെയധികം ചർച്ചകൾ നടത്തി. മാധവമേനോൻ കമ്മീഷൻ സ്റ്റേറ്റിൽ എല്ലായിടത്തും പോയി എല്ലാ താല്പര്യമുള്ള എല്ലാവരുമായിട്ടും ചർച്ച ചെയ്തു. എന്നിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല, ഇത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ മുന്നോട്ട് വരുന്നു. അപ്പോൾ എന്താ പരിഹാരം? നമ്മൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ റെക്കമെൻഡ്. അപ്പോൾ ഞങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷൻ, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ 2% 100 നിർദ്ദേശം നൽകിയാൽ 2 അംഗീകരിക്കപ്പെടുന്നു. അത് ഞാൻ ഗവൺമെൻറ്റിനെ കുറ്റം പറയുകയല്ല, പക്ഷേ അത് അംഗീകരിക്കപ്പെടണമെങ്കിൽ സമൂഹം തന്നെ ഇത് അംഗീകരിക്കണം. എന്തുകൊണ്ട് ആളുകൾ അത് വായിച്ചിട്ട് അഭിപ്രായം പറയുന്നില്ല? അഭിപ്രായം പറയുന്നത് എപ്പോഴാണ്? ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് അഭിപ്രായം പറയുന്നത്. ആ അഭിപ്രായം പറയുന്നതും ഇപ്പോൾ തന്നെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ പ്രപ്പോസ് ചെയ്തതാണ്, ഒരു അസസ്മെൻറ്റ് കൗൺസിൽ ഉണ്ടാക്കണം. 3 കൊല്ലമായിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചു കഴിഞ്ഞു, പക്ഷേ ഇതുവരെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഫാക്കൽറ്റി ട്രെയിനിങ് അക്കാഡമി യൂണിയൻ മിനിസ്റ്ററുടെ മുമ്പിൽ പോയി അത് അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായി. ഇതുവരെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുകയും ഇതിനോടുള്ള താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യുന്നതാണ് പ്രശ്നം. അങ്ങനെ ഇത് രണ്ടും കൂടി, ഒരു വശത്ത് യൂണിവേഴ്സിറ്റികളിലുള്ള പ്രശ്നങ്ങൾ, അത് ഒരു വശത്ത്, മറ്റൊരു വശത്ത് മാറ്റങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു സ്ഥിതിവിശേഷം. ഗവൺമെൻറ്റിനാണെങ്കിൽ ഇതിനേക്കാളും വളരെ ഇമ്മീഡിയറ്റ് എന്ന് വിചാരിക്കാവുന്ന കാര്യങ്ങളിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തെ പറ്റി ഇരുന്ന് ചർച്ച ചെയ്യാനോ പുതിയ നിർദ്ദേശങ്ങൾ എന്താണ് നല്ലതാണോ അല്ലയോ എന്ന് ചർച്ച ചെയ്യാനൊന്നും ആർക്കാണ് സമയം കിട്ടുന്നത്? ഇപ്പോൾ അത് സംഭവിക്കുന്നില്ലല്ലോ. ഇവിടെ ഞങ്ങളിങ്ങനെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചതുകൊണ്ട് മാത്രമോ ചർച്ചകൾ അക്കാഡമിക് രംഗത്ത് നടത്തിയത് കൊണ്ട് മാത്രമോ ആയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇതിനെല്ലാം കൂടി ഒരു കോംപ്രിഹെൻസായിട്ട് ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഒരു ഹയർ എഡ്യൂക്കേഷൻ 2.0, ഒരു പുതിയ തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ കൊണ്ടുവരണം. ടെക്നോളജി വേണം, സ്മാർട്ട് ക്ലാസ് വേണം, മൂക്സ് ഉപയോഗിക്കണം. ഇതൊക്കെ അംഗീകരിക്കാനുള്ള സൗകര്യം നമുക്കുണ്ട്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പോലും ഇതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്ത് പുതിയതായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നം. ഡോക്ടർ രവീന്ദ്രൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങേയറ്റം ശ്രദ്ധ കാണിക്കുന്ന, താല്പര്യം കാണിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. എല്ലാത്തരം സാമ്പത്തിക സാമൂഹ്യ ചുറ്റുപാടിലുള്ള ആളുകളും പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ നല്ല ശ്രദ്ധയോടുകൂടി അത്തരം കാര്യങ്ങളിൽ അങ്ങനെ നല്ല ആകുലതയും ശ്രദ്ധയും കാണിക്കുന്ന ആളുകളാണ്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാര്യമാകുമ്പോഴേക്ക് ആളുകൾ ഇപ്പറയും വിധം ആളുകൾ എന്താണ് നടക്കുന്നതെന്നത് സംബന്ധിച്ച് പൂർണ്ണമായും അജ്ഞരാണ്. അവരെ ഈ പൊതുസമൂഹത്തിൻ്റെ വലിയ തോതിലുള്ള ശ്രദ്ധയെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടി കൊണ്ടുവരാൻ എന്താണ് നമുക്ക് ചെയ്യാനാവുക? ഇപ്പോൾ ഈ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനമൊക്കെ ഉണ്ടാകുന്ന കാലത്താണ് ഒരു ചർച്ചകൾ പൊതുസമൂഹത്തിലാകെ നടക്കുന്നത്. ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖല ലോകത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് വികസിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിൻ്റെ കൂടുതലായ ശ്രദ്ധ വേണം. അതാണ് യഥാർത്ഥത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പ്രതിസന്ധിക്ക് പരിഹാരമാകുക. അതുവഴിയാണെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് എന്താണ് ചെയ്യാനാവുക നമ്മുടെ ഭരണ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക്? ആദ്യമേ ഒരു ചെറിയ വിയോജിപ്പ് പറഞ്ഞോട്ടെ. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം ഇപ്പോൾ പ്രൈമറി, ഹയർ സെക്കൻഡറി വരെയുള്ളത് അത്രയേറെ ശോഭനമാണെന്ന് പറയാവുന്ന സമയമല്ല ഇപ്പോൾ. ഒരു പരിധിവരെ നേരത്തെ എൻ്റെ സുഹൃത്തുക്കൾ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മളുടെ 90%, 95% വാങ്ങിക്കുന്ന ഹൈസ്കൂളിലെയും SSLCയിലെയും ഹയർ സെക്കൻഡറിയിലെയും കുട്ടികളുടെ കാര്യത്തിൽ പോലും എത്രത്തോളം അവർ അത് കഴിഞ്ഞ് രണ്ടാമതൊരു പരീക്ഷ നടത്തിയാൽ ഇതിൽ എത്ര മാർക്ക് മേടിക്കുന്നുള്ളൊരു സംശയമാണ്. ഒരുതരം മാർക്കിന് വേണ്ടിയിട്ടുള്ള ചില അധ്വാനം, കഠിനാധ്വാനം, അത് എൻട്രൻസിലേക്ക് വരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സർക്കാരിന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാനുള്ളത് എന്താണ്? അഡ്മിഷൻ എടുക്കുന്ന നേരത്ത് വലിയ തർക്കം വരുന്നതാണ്. എഞ്ചിനീയറിംഗ് അഡ്മിഷൻ മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് 45 മിനിമം വേണമെന്നുള്ളത് മാറ്റി കൊടുക്കണം. പരീക്ഷ എഴുതി എല്ലാവരെയും അങ്ങ് എഞ്ചിനീയർമാരാക്കണം. ഇതിനെക്കുറിച്ചാണ് വളരെ ഗൗരവമായിട്ട് ഗവൺമെൻറ്, അത് മുഖ്യമന്ത്രി ആയാലും വേണ്ടില്ല, മറ്റാളായാലും വേണ്ടില്ല, സമൂഹത്തിൽ വലിയ തലത്തിൽ ചർച്ച ചെയ്യുന്നത്. രണ്ടാമതൊരു ചർച്ചാ വിഷയം എന്തായിരിക്കണം? ഫീസ്. എന്ത് പഠിപ്പിക്കണം എന്നുള്ളതല്ല, ആര് പഠിപ്പിക്കണം എന്നുള്ളതല്ല. ഇത് വന്നിട്ടാണ് ടോട്ടലി പ്രൊഫഷണൽ എഡ്യൂക്കേഷനെ മാത്രം ശ്രദ്ധിക്കുന്ന രീതിക്ക് ഹയർ എഡ്യൂക്കേഷൻ്റെ മറ്റെല്ലാ തലങ്ങളും അപ്രസക്തമായി ഈ സമൂഹത്തിൽ മാറിപ്പോയത്. ഡോക്ടർ ഇക്ബാൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. അത്തരമൊരു സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് പുതിയ വിജ്ഞാന ശകലങ്ങളടക്കം രൂപപ്പെട്ടു വരിക? അതിനാവശ്യമായ എന്ത് അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നത്? അതുകൊണ്ടാണ് ഇവിടെ കടിപിടി മാത്രം നടക്കുന്നത്.
നേരെ മറിച്ച് അവർക്കൊക്കെ തന്നെ കാര്യമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ട്, പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷമുണ്ട്, പ്രവർത്തിച്ചാൽ അതിന് റിവാർഡും കിട്ടും എന്ന രീതിക്ക് വന്നാൽ സർവകലാശാലകളിലെ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒക്കെ സ്വഭാവം മാറിപ്പോയെന്നെ, അക്കാഡമിക്സിൻ്റെ സ്വഭാവം മാറിപ്പോയെന്നെ, കുട്ടികളുടെ സ്വഭാവം മാറിപ്പോയെന്നെ. അതിനനുസരിച്ച് ഇത് അവരിപ്പോൾ സമൂഹത്തിലെ മൂന്നാം കിടക്കാരാണ്. ആ മൂന്നാം കിടക്കാരെ ആക്കി മാത്രം സർവകലാശാലകളെയും സർവകലാശാല വിദ്യാഭ്യാസത്തെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തുനിന്ന് കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നേരത്തെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാനും പറഞ്ഞത്, ഇത് സമൂഹത്തിൽ വളരെ ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഡോക്ടർ ശ്രീനിവാസൻ പറഞ്ഞ പോലെ അവർ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ശുപാർശകളുണ്ട്. നമ്മുടെ ഒരു സ്വഭാവമുണ്ടല്ലോ, ഏത് ശുപാർശയും നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷമേ അതിനെക്കുറിച്ച് ആളുടെ അഭിപ്രായം പറയുള്ളൂ. ഇതിനെക്കുറിച്ച് പൊതു ചർച്ച, അത് സൈറ്റിനകത്തിട്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ അഭിപ്രായം പറയട്ടെ എന്നതിനപ്പുറത്തേക്ക് പൊതു ചർച്ചയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച് അത്തരത്തിൽ ഇപ്പോൾ റീജിയണലായിട്ട് കോഴിക്കോടാവാം, എറണാകുളത്താവാം, മറ്റു സ്ഥലങ്ങളിലാവാം, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മുഴുവൻ ആളുകളും വന്ന് ഇടപെടട്ടെ എന്ന രീതിക്ക്, ആ രീതിക്ക് ജനകീയ തലത്തിലേക്ക് താഴോട്ടിറക്കി കൊണ്ടുവന്നാൽ അഭിപ്രായം പറയാൻ തയ്യാറായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അഭിപ്രായം പറയാനും അത് കേൾക്കും എന്നൊരു തോന്നലും ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ബഹളം മുഴുവൻ. വളരെ നന്ദി ഡോക്ടർ രവീന്ദ്രൻ. ഡോക്ടർ ബി ഇക്ബാൽ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അവസാനമായി ഈ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് തന്നെ പുലർത്തുന്ന ഈ ശുഭാപ്തി വിശ്വാസം അമിതമായതാണ് എന്നതാണല്ലോ ചർച്ചയിൽ പൊതുവായി ഉയർന്നു വന്നിരിക്കുന്ന വിലയിരുത്തൽ. അങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മേഖല ആകെ തന്നെ ഒരു തരം മരവിപ്പിലേക്കൊക്കെ പോകുന്ന കുറച്ച് ഗുണകരമല്ലാത്ത അവസ്ഥയിലാണുള്ളതെങ്കിൽ ഇപ്പറയുന്ന പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് തന്നെ കാര്യങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണെങ്കിൽ നമ്മുടേതുപോലെ രാഷ്ട്രീയത്തിൻ്റെ പ്രസരമുള്ള ഒരു സമൂഹത്തിനകത്ത് ആർക്കാണതിൽ ഇടപെട്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനാവുക? എന്താണ് നമ്മുടെ ഭാവി? ഇതിനകത്ത് രണ്ട് വിഭാഗങ്ങളാണ് ഈ കാര്യത്തിൽ സജീവമായി ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടത്. ഒന്ന്, തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതൃത്വം ഇടപെടുക തന്നെ വേണം. കാരണം അന്തിമമായി രാഷ്ട്രീയ തലത്തിലെടുക്കുന്ന തീരുമാനങ്ങളാണ് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ദിശ നിശ്ചയിക്കുന്നത്. രണ്ടാമതായിട്ട് അക്കാദമിക് സമൂഹമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു, ഇപ്പൊ ഇത്രയധികം പ്രശ്നങ്ങൾ നമ്മുടെ സർവകലാശാലകളിലെല്ലാം ഉണ്ടായിട്ട് നമ്മുടെ അക്കാദമിക് സമൂഹം അതിനെ സംബന്ധിച്ച് കാര്യമായി ഒരു ആശങ്കപ്പെടുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ അക്കാദമിക് സമൂഹം, ഇപ്പൊ രാഷ്ട്രീയ നേതൃത്വം ഈ അക്കാദമിക് മേഖലയിൽ ഉണ്ടാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ അറിയണമെന്നില്ല. സത്യത്തെ അവരുടെ മുമ്പിൽ പോലും ഒരു അക്കാദമിക് ആയിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകാനുള്ള ചുമതലയും അക്കാദമിക് സമൂഹമുണ്ട്. എന്റെ ഉറച്ച അഭിപ്രായം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം അക്കാദമിക് സമൂഹത്തിന്റെ ഭൗതിക നിശ്ചലത തന്നെയാണെന്നാണ്. അക്കാദമിക് സമൂഹം വ്യക്തമായ ഒരു കാര്യപരിപാടി അവതരിപ്പിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കാനുള്ള പക്വതയൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട് എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ഇപ്പൊ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിന്റെ കാര്യം, നല്ല വൈസ് ചാൻസലർമാരുള്ള കാലത്ത് ഇതൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ അനന്തമൂർത്തി, അടുത്ത കാലത്ത് അന്തരിച്ച അനന്തമൂർത്തി തന്നെ ഇടക്കാലത്ത് രാജിവെച്ച് പോയതാണ്. നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉള്ള സർവകലാശാല വൈസ് ചാൻസലർ ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോൾ രാജിവെച്ച് പോയതാണ്. ഉണ്ണികൃഷ്ണൻ നായർ സാറ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പോയി. കേരളത്തിലെ മികച്ച വൈസ് ചാൻസലർമാർ മുൻകാലത്തുണ്ടായിരുന്ന കാലത്ത് എല്ലാം തന്നെ ഈ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തില് ഇന്നത്തെ അക്കാദമിക് മേഖലയിലെ അടിസ്ഥാന വിദ്യാഭ്യാസം അടക്കം അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നടക്കാം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുമ്പത്തിലും സമൂഹത്തിന് മുമ്പത്തിലും വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം, അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ അക്കാദമിക് സമൂഹം മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. വളരെ നന്ദി ഡോക്ടർ ബി ഇക്ബാൽ. അക്കാദമിക് സമൂഹത്തിന്റെ ബൗദ്ധിക നിശ്ചലത, ഒപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ അങ്ങേയറ്റം വലുതായ നിസ്സംഗത, ഇവയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഇപ്പോഴത്തെ മരവിപ്പിന് കാരണമായത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വലിയ തോതിലുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിനകത്ത് നടക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാനായത്. വളരെ നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ, ഡോക്ടർ പി കെ രവീന്ദ്രൻ, ശ്രീ കെ എൻ എ ഖാദർ, ശ്രീ ബി ഇക്ബാൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.